ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീട്ടിൽ തണ്ണിമത്തൻ ഉണ്ടായത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷോർട്ട് വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ തണ്ണിമത്തൻ പൊട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത്. ആ തണ്ണിമത്തൻ മാത്രമല്ല, ഈ തണ്ണിമത്തനും കൂടി ഞാനിതിൽ പൊട്ടിക്കുന്ന വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ചിലരൊക്കെ പറഞ്ഞു അത് മൂത്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ അത് നല്ല മധുരം ഉണ്ടായിരുന്നു. അന്ന് ഞാനത് പൊട്ടിക്കാനിടയായ സാഹചര്യം എന്തെന്നാണെങ്കിൽ അതിലെ ഉറുമ്പൊക്കെ കൂടിയിട്ട് ഒരു ഹോള് പോലെ ഉണ്ടായിരുന്നു. അവർ ഉറുമ്പ് അതിൻ്റെ ഉള്ളിലത്തേക്ക് കഴിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ വെള്ളം കയറിയിട്ട് എന്തോ അതിൻ്റെ ഭാഗം ചെറുതായിട്ടൊരു ചീയാറായ പോലെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ ചീത്തയാവുണ്ടാകും വിചാരിച്ചിട്ടാണ് ഞാനത് പൊട്ടിച്ചത്. വേറെ ഇവിടെ ഒരെണ്ണം കൂടി കുഞ്ഞിതായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് കാരണത്താലാണ് ഞാൻ അത് പൊട്ടിച്ചത്. പക്ഷെ അത് മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലും വലുത് ഒരെണ്ണം കൂടിയുണ്ട്. അതും ഞാൻ പൊട്ടിക്കുന്ന വീഡിയോ ഇതിലിടുന്നുണ്ട് കേട്ടോ. ഇത് ഞാനിന്ന് പൊട്ടിക്കുന്നുണ്ട്. രണ്ടും ഞാൻ പൊട്ടിക്കുന്നത് രണ്ട് ദിവസമല്ല, ഒരാഴ്ചയുടെ ഡിഫറൻസിലാണ്. പക്ഷേ രണ്ടും കൂടി പൊട്ടിച്ചിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പൊട്ടിക്കുന്നത് ചെറുതാണ്. ഇത് പൊട്ടിക്കുന്നതിൻ്റെ ഷോട്ടാണ് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചു. അതിന് ചെറിയൊരു ഉറുമ്പ് കൂട്ടിയിട്ടൊരു കുഞ്ഞിതായിട്ടൊരു ചീച്ചൽ വന്നിട്ടില്ല. ഒരു സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി കൂടുതലാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കത് തീരെ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അന്നത് പൊട്ടിച്ചത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചപ്പോൾ കുരുവൊക്കെ മൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് പഴുത്ത കാരണമാണ് ഉറുമ്പ് വരുന്നതെന്ന് തോന്നുന്നു. അതാണ്, അത് കഴിക്കാനായിട്ടാണ് അവർ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. വലുതിലും ഉറുമ്പ് ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ വലുതും പൊട്ടിച്ചത്. എന്തായാലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതാണെങ്കിൽ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊന്നൂസിന് ഭയങ്കര സന്തോഷമായി. മോളുടെ വീട്ടിലുണ്ടായ തണ്ണിമത്തൻ എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇതാണ് ആ വലിയ തണ്ണിമത്തൻ. ഇനിയിപ്പോൾ ഞാൻ ഇതും പൊട്ടിക്കാൻ പോവാണ്. മറ്റേത് പൊട്ടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് പൊട്ടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കളറ് ചെറുതായിട്ടുണ്ടാവും. ഇതിൻ്റെ സൈഡിലൊരു കുഞ്ഞൊരു ഹോള് ശരിക്കും വന്നിട്ടില്ല. മറ്റേൻ്റെ അത്ര ആയിട്ടില്ലെങ്കിലും കൂടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉറുമ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു മഞ്ഞ കളർ പോലെ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പഴുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഇന്ന് ഇത് പൊട്ടിക്കാൻ പോകുന്നത് അപ്പിയും പൊന്നൂസാണ്. നേരത്തെ പൊട്ടിച്ചത് ഞാനാണെങ്കിൽ ഇത് പൊട്ടിക്കുന്നത് അപ്പിയും പൊന്നൂസും കൂടിയിട്ടാണ്. അപ്പ ഇന്ന് പൊന്നൂസ് വിളിക്കുന്ന പോലെ ഞാൻ വിളിക്കണു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇതാ നെറ്റൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ട്. എന്നിട്ട് അത് നീക്കി വെച്ചാലാണ് മോൾക്ക് അത് മുറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ആകെ ചപ്പ് ചവറാണ് കേട്ടോ. അത് ആകെ ഇലകളും പുല്ലുകളൊക്കെയാണ്. ഞാൻ അവിടെ ക്ലീൻ ചെയ്തിരുന്നില്ല. കാരണം ഇനിയിപ്പോൾ അത് എനിക്ക് ടച്ച് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒന്നും നോക്കിയിരുന്നില്ല. തന്നെത്താനെ അത് അങ്ങനെ ഉണ്ടായി വന്നതാണ്. ഞാൻ അവിടെ ജസ്റ്റ് ഒരു നെറ്റ് വെച്ചു എന്ന് മാത്രം. അത് ഇനി വല്ല ജന്തുക്കളും വരണ്ടെന്ന് വിചാരിച്ചിട്ടൊരു നെറ്റ് വെറുതെ മൂടി വെച്ചു എന്നല്ലാണ്ട് ഞാനൊന്നും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പൊന്നൂസാണെങ്കിൽ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. എണീറ്റത് തന്നെ അപ്പം നമുക്ക് തണ്ണിമത്തൻ മുറിക്കണ്ടേന്ന് പറഞ്ഞിട്ടാണ്. ഈ തണ്ണിമത്തൻ്റെ ഒരു സൈഡിലൊക്കെ ഒരു മഞ്ഞ പോലെ ചെറിയൊരു ഇളം മഞ്ഞ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് പഴുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ തണ്ണിമത്തൻ അപ്പയും പൊന്നൂസും കൂടിയിട്ടാണ് പറിക്കണത്. ആദ്യത്തെ തണ്ണിമത്തൻ ഞാൻ പറിച്ച കാരണം ഇപ്രാവശ്യം എന്തായാലും മോളും അപ്പയും കൂടിയിട്ട് പറിക്കണമെന്ന് മോൾക്ക് വാശിയായിരുന്നു. ഞങ്ങൾ തന്നെ ഇത് പറിക്കും, ഇതിൽ അമ്മ പറിക്കാൻ വരണ്ട എന്നൊക്കെയായിരുന്നു അവൾ പറഞ്ഞത്. അപ്പോൾ ഇപ്രാവശ്യം അപ്പയും പൊന്നൂസും കൂടിയിട്ട് അതങ്ങോട്ട് കട്ട് ചെയ്തു. മോൾക്കാണെങ്കിൽ ഇതുപോലെ വീടുകളിൽ നമ്മുടെ വീട്ടിലൊക്കെ ചെടികൾ ഇങ്ങനെ വളർത്താനും അതിലുണ്ടായതൊക്കെ പറിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ തണ്ണിമത്തന് ആയാൽ പോലും രാവിലെ എണീറ്റിട്ട് അപ്പോൾ വാ നമുക്ക് തണ്ണിമത്തൻ മുറിക്കണ്ടേ എന്നൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റിലാണ് ആൾ പോയിട്ട് ഇതൊക്കെ പറിച്ചെടുത്തത്. അപ്പോൾ ഈ തണ്ണിമത്തൻ എന്തായാലും ഞങ്ങൾ ഇവിടെ വെച്ച് മുറിക്കണില്ല. ആദ്യത്തെ തണ്ണിമത്തൻ ഇവിടെ വെച്ച് മുറിച്ചതല്ലേ. അപ്പോൾ ഈ തണ്ണിമത്തൻ ഞങ്ങൾ തറവാട്ടിൽ പോയിട്ട് മുറിക്കുകയാണ്. അവിടെ മമ്മിയുടെ അടുത്ത് പോയിട്ട് മുറിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. കാരണം ഇത് എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിലെന്ന് ഒരു ഐഡിയയും ഇല്ല. നമ്മൾ മുന്നേ പറിച്ചത് ചെറുതായിരുന്നു, അത് മൂത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വലുതാണ്, അതിന് ചെറിയ മഞ്ഞ ഷെയ്ഡൊക്കെ കാണുന്നുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, എന്തായാലും പൊട്ടിച്ചു കഴിഞ്ഞു. മൂത്തിട്ടുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളിത് മുറിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇനി എങ്ങാനും മൂത്തിട്ടില്ലെങ്കിലോ ടെൻഷനുണ്ട്, എന്തോ ഒരു ടെൻഷൻ. നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് കേട്ടോ നോക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സംഭവം നല്ല പോലെ പഴുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കഴുമ്പുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എന്തായാലും നമ്മളതൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യാൻ പോവാണ്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ തണ്ണിമത്തനാണ്, നല്ല മധുരമുണ്ട്. പൊന്നൂസ് ആദ്യം തന്നെ തൊട്ട് നക്കി, അവൾക്ക് നല്ല ഇഷ്ടമായി. ഇനിയിപ്പോൾ അത് ഫുള്ള് അവൾ തന്നെ കഴിക്കും, കാരണം അത്ര ഇഷ്ടമാണ് അവൾക്ക് തണ്ണിമത്തൻ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തണ്ണിമത്തൻ വീട്ടിൽ കൃഷി ചെയ്യാവുന്നതിൽ മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഇനിയും അതിൻ്റെ കുരു നടുന്നതായിരിക്കും. ഭയങ്കര സന്തോഷം.
അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ തണ്ണിമത്തൻ അങ്ങോട്ട് വെടുപ്പാക്കി കേട്ടോ. ഒരു ദിവസം എന്നെ കുറേ കഷ്ണങ്ങൾ കഴിച്ചു കേട്ടോ. കുഞ്ഞിതായത് കാരണം അതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ്. വളരെ ചെറുതായിരുന്നു, ഒരു റൗണ്ടായിരുന്നത്, നീളത്തിലുള്ളതായിരുന്നില്ല, റൗണ്ട് ഷേപ്പായിരുന്നു. അപ്പോൾ നമ്മൾ കുഴിച്ചിട്ടത് ചിലപ്പോൾ ഒരു പക്ഷേ നീളത്തിലുള്ളതൊക്കെ ആയിരിക്കാം, ഉണ്ടായത് റൗണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടുകളിലെ തണ്ണിമത്തൻ്റെ കുരുവൊക്കെ നടുക. അപ്പോൾ നമുക്കൊക്കെ ഇതുപോലെ ഉണ്ടാകും. വീട്ടിലുണ്ടായ തണ്ണിമത്തൻ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. നല്ല മധുരമാണ്, ഒരു വിഷാംശവും ഇല്ല, ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ നമുക്കൊരു പ്രചോദനം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.